ഓക്കെ, സ്ക്രീൻ ഷെയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോപ്പർ ടാക്സ് എന്ന് കേട്ടവരാരെങ്കിലും ഉണ്ടോ? കോപ്പർ ടാക്സ് എന്താണ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലൊക്കെ? എന്താണ് കോപ്പർ ടാക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയിലൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് കേട്ടിട്ടുണ്ടോ? എന്നാൽ ആരെങ്കിലും ഒരാളൊന്ന് ഇൻകം ടാക്സ് എന്താണെന്ന് പറഞ്ഞു തരുമോ? ബ്രീഫ് ആയിട്ട്, ഷോർട്ടായിട്ട് എന്താണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു തരൂ. ഒരു ഇൻഡിവിജ്വൽ ഇൻകത്തിൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സിനെയാണ് ഇൻകം ടാക്സ് വെച്ച് കണക്കാക്കുന്നത്. യെസ്, വെരി ഗുഡ്. വിനീത പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു ഇൻകത്തിന്റെ മേലെ ചാർജ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ, അല്ലെ? ഇൻകത്തിന്റെ മേലെ നമ്മൾ പേ ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെ ഇത് യു എയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, യു എയിലോട്ട് വരുമ്പോൾ ഇത് കോർപ്പറേറ്റ് ടാക്സ് ആവും. ഓക്കെ, യു എയിലോട്ട് വരുമ്പോൾ ഇതൊരു കോർപ്പറേറ്റ് ടാക്സ് ആണ്. അതായത് ഗവൺമെന്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ ഇന്ത്യയിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്മളെ ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന്റെ മേലൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്ന ടാക്സ് പേ ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട് ഡിഗ്രിയിലൊക്കെ, അല്ലെ? പക്ഷെ യു എയിലോട്ട് വരുമ്പോ, യു എയിലെ കൺട്രീസിലോട്ട് വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ബിസിനസിന്റെ മേലെ, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻകത്തിന്റെ മേലെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോർപ്പറേറ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് നമ്മളിപ്പോ നോർമലി നമ്മൾ ഇന്ത്യയിലോട്ട് ഇൻകം ടാക്സ് വരുമ്പോൾ നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് ഇപ്പോ സ്ലാബ് റേറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ ആ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ആ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിലോട്ട് ടാക്സ് കൊടുക്കണം. പക്ഷെ കോർപ്പറേറ്റ് ടാക്സിലോട്ട് വരുമ്പോൾ നമുക്ക് ബിസിനസ്സിന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ മേലെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ടാക്സ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഒരു യു എ തന്നെ ഏതെങ്കിലും എൻറ്റിറ്റീസ് അവർക്ക് ബിസിനസ് നടത്തുകയാണ്, ആ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടി, ആ പ്രോഫിറ്റിന്റെ മേലെ, നെറ്റ് പ്രോഫിറ്റിന്റെ മേലെ ചാർജ് ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇൻകത്തിന്റെ മേലെ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ മേലെ ചാർജ് ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ യു എയിലുള്ള ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ഏതാന്ന് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഈ പറഞ്ഞ യു എയിൽ തന്നെയുള്ള ഒരു ഇൻഡയറക്റ്റ് ടാക്സ്, നമ്മൾ ഇവിടുത്തെ GST പോലെ ട്രീറ്റ് ചെയ്യുന്ന യു എയിൽ വാറ്റ്. ഓക്കെ, അപ്പോ നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ടാക്സ് ആയിട്ടും ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടും ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഇന്ത്യയിലെ GST പോലെ തന്നെ ഒരു ടാക്സ് ആണ് വാറ്റ് എന്ന് പറഞ്ഞ, UAE വാറ്റ് എന്ന് പറഞ്ഞ. ഓക്കെ, ഇത് സപ്ലൈയുടെ മേലെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാറ്റ് ക്ലാസ് കഴിഞ്ഞതാണോ? ജസ്റ്റ് ചോദിക്കാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും കോർപ്പറേറ്റ് ടാക്സിലോട്ട് വരാം. എന്തായിരുന്നു പറഞ്ഞത്? ഒരു ബിസിനസിന്റെ കിട്ടുന്ന ഇൻകത്തിന് മേലെ ചാർജ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് കോർപ്പറേറ്റ് ടാക്സ് നിലവിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ UAE കൺട്രിയിൽ, ഗൾഫ് കൺട്രികളിൽ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് June 1, 2023 ഓക്കെ, എന്നാണ് June 2023, June 2023 ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് ഗൾഫ് കൺട്രിയിലെല്ലാം അപ്ലിക്കബിൾ ആയിട്ട് വന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോ ഇപ്പൊ June 23 ഇപ്പൊ June 1, 2023 ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ മുതലായിരിക്കും ഈ പറഞ്ഞ പോലെ എല്ലാ ബിസിനസ്സുകൾക്കും കോർപ്പറേറ്റ് ടാക്സ് മാൻഡേറ്ററി ആയിട്ട് വന്നത്. ഇൻ കേസ് ഇപ്പൊ ആ ഒരു ബിസിനസ് ഇപ്പൊ UAEയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യയിലെ പോലെ തന്നെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇയർ ഇല്ല, ഒരു ടാക്സ് ഇയർ ഇല്ല. ഓക്കെ, നമുക്കിപ്പോ ഇന്ത്യയിലെ ഒരു ടാക്സ്, നമ്മളെ ഇന്ത്യയിലെ ടാക്സ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാ എന്ന് പറയോ? ആ പീരീഡ് എന്താണെന്ന് അറിയോ? അറിയില്ലേ? ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ പീരീഡ് എങ്ങനെയാ?
അല്ലെങ്കിൽ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഇന്ത്യത്തെ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെ നമ്മൾ പറയാം? April to March, ma'am. യെസ്, ഏപ്രിൽ ടു മാർച്ച്. വെരി ഗുഡ്. ഏപ്രിൽ ടു മാർച്ച് ആണ് നമ്മൾ ഇന്ത്യയിൽ. അതിപ്പോ ഏത് ബിസിനസ് സ്റ്റാർട്ട് ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ വരുമ്പോൾ ഏപ്രിൽ ടു മാർച്ച് തന്നെയായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ടാക്സ് ഇയർ ആയിട്ട് വരുന്നത്. പക്ഷെ യു എയിലോട്ട് വരുമ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ പെർമനന്റ് ആയിട്ടില്ല. അവർക്ക് ഏത് ഇയർ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതായത് ഇപ്പൊ ജനുവരി ടു ഡിസംബർ ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ നോർമൽ പോലെ തന്നെ ഏപ്രിൽ ടു മാർച്ച് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അവര് ഇപ്പൊ ആ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ബിസിനസ് ഫോളോ ചെയ്യുന്ന ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വയ്ക്കും ഈ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് ടാക്സിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കോർപ്പറേറ്റ് ടാക്സിന്റെ അപ്ലിക്കബിലിറ്റി എങ്ങനെ വരുന്നത്? അവർ ആ ബിസിനസ് ഏത് ഇയർ ആണോ ഫോളോ ചെയ്യുന്നത്, ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ ഫോളോ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് ഞാനിപ്പോ ജൂൺ 2023 മുതലാണ് ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പറഞ്ഞു. അങ്ങനെ വരുമ്പോ ഇപ്പൊ മേ ബി ആ ഒരു ഇപ്പൊ പ്രിയ എന്ന് പറഞ്ഞിട്ട് പ്രിയ എന്ത് ചെയ്യാണ് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഏപ്രിൽ ടു മാർച്ച് ആയിരുന്നു അവര് സെലക്ട് ചെയ്ത ഇയർ. ഏപ്രിൽ ടു മാർച്ച്, അത് 2023 ഏപ്രിൽ ടു മാർച്ച് ആയിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത്. ഇൻ കേസ് ജൂൺ 2023 ജൂണിലാണ് ആ ഒരു കോർപ്പറേറ്റ് ടാക്സ് അപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ആ യു എ കൺട്രിയിൽ. അപ്പം ഈ പറഞ്ഞ പ്രിയക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ജൂൺ മുതൽ ഈ ഒരു കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഫിനാൻഷ്യൽ ഇയർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ദെൻ പിറ്റത്തെ ആ ഇയർ നെക്സ്റ്റ് 2024 ഏപ്രിൽ 1 മുതലായിരിക്കും ഈ പ്രിയ എനിക്ക് എന്ത് വരിക ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ 2024 മുതലായിട്ട്. ഇത്രേ ഉള്ളൂ. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കോർപ്പറേറ്റ് ടാക്സിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളും വരുന്നത്. ഇത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ശ്രീലക്ഷ്മി, ഭീമ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2023 ജൂൺ 1 മുതലാണ് കോർപ്പറേറ്റ് ടാക്സിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് യു എ കൺട്രികളിൽ. അവർ ഫോളോ ചെയ്തിരിക്കുന്ന ഏത് ഇയർ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കോർപ്പറേറ്റ് ടാക്സിന്റെ അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. നെറ്റ് ഇഷ്യൂ കാരണം ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റേറ്റും കാര്യങ്ങളും. ഇപ്പൊ നമ്മളിപ്പോ ഈ 2023 മുതലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരികയെന്നൊക്കെ പറഞ്ഞു. ഈ നമ്മൾ അതിന്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരിക്കും വരിക? അപ്പൊ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ടാക്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡിവിജ്വൽ കേസിൽ പല സ്ലാബ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസിന്റെ കേസിലോട്ടൊക്കെ വരുമ്പോൾ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. യു എയിലോട്ട് വരുമ്പോൾ കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 കാറ്റഗറി. അത് ഫസ്റ്റ് ആണ് പറഞ്ഞാൽ റേറ്റ് ഫോർ മെയിൻലാൻഡ് പേഴ്സണും റേറ്റ് ഫോർ ഫ്രീ സോൺ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് സ്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ പറയണേ. നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ എല്ലാവരും? ആരെങ്കിലും നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് മാം. ആ, ഓക്കെ. എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും സ്ലൈഡുകൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ മാം. നമ്മൾ റേറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. റേറ്റ് എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റേറ്റ് ഫോർ മെയിൻലാൻഡ് പേഴ്സണും റേറ്റ് ഫോർ ഫ്രീ സോൺ പേഴ്സൺ. അപ്പൊ നമുക്ക് ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ സോൺ എന്താ, മെയിൻലാൻഡ് എന്താ നോക്കാം. ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പെഷ്യൽ എക്കണോമിക് ഏരിയ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഏരിയയ്ക്ക് പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ട് റൂൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കും, റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, ചില ടാക്സ് എക്സംഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഏരിയനെയാണ് നമ്മൾ പറഞ്ഞ ഫ്രീ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഏരിയക്ക് ഇപ്പൊ ഇപ്പൊ യു എ തന്നെ ഉള്ള ഒരു ഏരിയ തന്നെ ആയിരിക്കും, പക്ഷെ അവർക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ റെഗുലേഷൻസും അല്ലെങ്കിൽ സ്പെഷ്യൽ റൂൾസും അവർക്ക് കുറച്ച് ടാക്സിൽ എക്സെപ്ഷൻ കാര്യങ്ങളുള്ള ഏരിയകളെ നമ്മൾ ഫ്രീ സോൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഫ്രീ സോൺ ഏരിയയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് എന്റിറ്റീസിനെ നമ്മൾ എന്ത് പറയും? ഈ ഫ്രീ സോൺ പേഴ്സൺ എന്നും പറയും. ഓക്കെ,
ആ ഒരു ഏരിയ ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്രീ സോൺ ഏരിയ എന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഒരു ഏരിയക്ക് സ്പെഷ്യൽ റൂൾസും കാര്യങ്ങളായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ഒരു റൂൾസും കാര്യങ്ങളായിരിക്കും, റെഗുലേഷൻസും കാര്യങ്ങളായിരിക്കും. അവർക്ക് ടാക്സിൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് ടാക്സിൽ കുറച്ച് എക്സംഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും അവിടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നവർക്ക്. ഓക്കെ, അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ എയർപോർട്ടൊക്കെ ഇല്ലേ, ഷാർജ എയർപോർട്ട്, അതുപോലെ ദുബായ് എയർപോർട്ടും കാര്യങ്ങളൊക്കെ, അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രീ സോൺ ഏരിയയിൽ പെട്ടിരിക്കുന്ന ഏരിയകളാണ്. അതൊക്കെ ഈ പറഞ്ഞ ഫ്രീ സോൺ ഏരിയകളാണ്. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്ത് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് എന്റിറ്റീസിനെ നമ്മൾ എന്നാ പറയും? ഫ്രീ സോൺ പേഴ്സൺ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും തംസം തരൂ. പ്രതാപ്, ശ്രീലക്ഷ്മി എന്നൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് മെയിൽ ലാൻഡ് പേഴ്സൺ. അപ്പൊ എന്തായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ സോൺ അല്ലാത്ത ഏരിയ അല്ലെങ്കിൽ ആ നേരത്തെ പറഞ്ഞ ഫ്രീ സോൺ അല്ലാത്ത ഏരിയകളൊക്കെ നമ്മൾ മെയിൽ ലാൻഡ് ഏരിയ അല്ലെങ്കിൽ മെയിൽ ലാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രീ സോൺ അല്ലാത്ത ഏരിയകളെ നമ്മൾ എന്ത് ചെയ്യും? മെയിൽ ലാൻഡ് പറയും. അവിടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് എന്റിറ്റീസിനെ നമ്മൾ എന്നാ പറയും? മെയിൽ ലാൻഡ് പേഴ്സൺ എന്ന് പറയും. ഓക്കെ, ഇവർക്ക് സെപ്പറേറ്റ് രണ്ടുപേർക്ക് ഈ പറഞ്ഞ പോലെ ടാക്സ് റേറ്റിൽ വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്രീ സോൺ മെയിൽ ലാൻഡ് ഓക്കെ ആണോ? ഫ്രീ സോൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. മെയിൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫ്രീ സോൺ ഏരിയ അല്ലാത്ത ഏരിയകളെ നമ്മൾ മെയിൽ ലാൻഡ് ഏരിയ എന്ന് പറയും. അവിടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അവരെ നമ്മൾ മെയിൽ ലാൻഡ് പേഴ്സൺ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ പറഞ്ഞ ഫ്രീ സോൺ ഏരിയയിൽ മെയിൽ ലാൻഡുകൾ എങ്ങനെയാണ് അവരുടെ റേറ്റ്, ടാക്സ് റേറ്റും കാര്യങ്ങളും വരികയാണ്. ഓക്കെ, മെയിൽ ലാൻഡിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, 3,75,000 ദർഹത്തിന്റെ താഴെ അവർ ഇൻകം ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 0% ആണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിന്റെ മുകളിൽ 3,75,000 ദർഹത്തിന്റെ മുകളിലോട്ട് അവർ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ 9% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ലാബ് റേറ്റ് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലിന്റെ സ്ലാബ് റേറ്റ് ഒക്കെ കാണില്ലേ? ഈ പറഞ്ഞ പോലെ 4 lakh വരെ ടാക്സ് ഇല്ല, 4 lakh to 8 lakh വരെ നമ്മൾ ഇത്ര പെർസെന്റേജ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ നമുക്കിപ്പോ ഒരു ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വരെ ഉള്ളത് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അവിടുന്ന് ഇത്ര വരെ ഉള്ളതിന് നമ്മൾ ഇത്ര പെർസെന്റേജ് ടാക്സ് കൊടുക്കണം. അതറിയാലോ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിന്റെ കാൽക്കുലേഷനും പോകുന്നത്. എങ്ങനെയാണ്? 3,75,000 താഴെയാണ് അവർ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണ്ട? ഈ പറഞ്ഞ പോലെ 0% ടാക്സ് വരിക, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. ഇൻ കേസ് അവർക്ക് 3 lakh ഒരു 5 lakh rupees എന്നുണ്ട് അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ മുകളിൽ അവർ ടാക്സ് കൊടുക്കണം. എത്രയായിരിക്കും അവർ ടാക്സ് കൊടുക്കേണ്ടി വരിക? അപ്പൊ ആരെങ്കിലും കാൽക്കുലേറ്റ് എന്ന് പറയോ? എത്രയായിരിക്കും അവർ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരിക? 5 lakh rupees ആണ് അവർക്ക് വന്നിരിക്കുന്ന നെറ്റ് ഇൻകം. അതിൽ 3,75,000 വരെ അവരെന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. അത് കഴിഞ്ഞ് എത്രയായിട്ടായിരിക്കും, എത്ര രൂപേന്റെ എത്ര ഇൻകത്തിന് മേലായിരിക്കും അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റിന് മേലായിരിക്കും അവര് 9% ടാക്സ് കാണേണ്ടി വരിക? ആരെങ്കിലും ഒന്ന് പറയോ? അൺമ്യൂട്ട് ചെയ്ത് പറയോ? അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ആരൊക്കെ ചാറ്റ് ബോക്സിൽ ഇടുന്നു ഞാൻ നോക്കട്ടെ. ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുകയും ചെയ്യാം. എത്രയായിരിക്കും? ഇപ്പൊ ഒരു 5 lakh rupees ആണ് അവർ ഇൻകം ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് 5 lakh rupees. അതില് 3,75,000 താഴെ അവർ ടാക്സ് ഒന്നും കൊടുക്കണ്ട. 3,70,000 മുകളിൽ 9% ടാക്സും കൊടുക്കണം. എത്രയായിരിക്കും അവർക്ക് കൊടുക്കുന്ന ടാക്സ്? ഓക്കെ, 1,25,000 മുകളിലോട്ട് ഇപ്പൊ എന്ത് ചെയ്തു? നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ 5 lakh വരെയുള്ള എമൗണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ 9% ടാക്സ് ആര് കൊടുക്കേണ്ടി വരും? ആ ബിസിനസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? മെയിൽ ലാൻഡിൽ വരുന്ന ടാക്സ് റേറ്റ് 3,75,000 വരെ ടാക്സ് കൊടുക്കണ്ട. അത് കഴിഞ്ഞ് എത്രയാണോ 5 lakh മൈനസ് 3,75,000 1,25,000 9% എത്ര കിട്ടുക? വിനീത, എത്രയായിരുന്നു 9% വരെ? അപ്പോ
1,25,000 9%. എത്ര ആയിരിക്കും വരിക? വിനീത മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല ഇവിടെ? എല്ലാവർക്കും പറയാട്ടോ. എത്രയായിരിക്കും ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരിക? ഓക്കെ, 11,250 rupees ആയിട്ട് എന്ത് വേണം? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ കോൺസെപ്റ്റ് ഓക്കെ ആണോ എല്ലാവർക്കും? മെയിൻ ലാൻഡിലോട്ട് വരുമ്പോൾ ടാക്സ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്? ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഭീമ ഇവരൊന്നും, പ്രതാപ്, ശ്രീലക്ഷ്മി അല്ല, ശ്രീ കാർത്തികേയ. ഓക്കെ, ഇവർക്കൊക്കെ ഓക്കെ ആണോ? പ്രതാപ്, ഭീമ ഓക്കെ. ശ്രീ കാർത്തികേയൻ ഇവിടെ ആളില്ലേ? ഒന്നും റിയാക്ട് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ പ്രിയ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. ഇനി നമ്മൾ നോക്കാതെ ഫ്രീ സോണിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഞാൻ ഓൾറെഡി പറഞ്ഞു അവർക്ക് കുറച്ച് എക്സെപ്ഷൻസും കാര്യങ്ങളും ഉണ്ടെന്ന്. അവർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള റെഗുലേഷൻസും റൂൾസും റെഗുലേഷൻസ് ആണ് ഉള്ളത്. അപ്പൊ അവരിലോട്ട് വരുമ്പോൾ ഇപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ക്വാളിഫൈങ് ആക്ടിവിറ്റീസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു എന്താ പറയാ, കുറച്ച് ക്വാളിഫൈങ് ആക്ടിവിറ്റീസുകൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് നിന്ന് അവർക്ക് ഇൻകം ഏൺ ചെയ്യുകയാണ് മെൻഷൻ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ്. അത് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ സോൺ ഏരിയയിൽ നിന്ന് അവർക്ക് ഏൺ ചെയ്യുകയാണ്, അങ്ങനെയുള്ള ഇൻകം ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരതിന് 0% ആയിട്ടായിരിക്കും ടാക്സ് എടുക്കേണ്ടി വരും. അവർക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. ഓക്കെ, കുറച്ച് ക്വാളിഫൈഡ് ആക്ടിവിറ്റീസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റീസിൽ നിന്ന് അവർക്ക് ഇൻകം ഏൺ ചെയ്യുകയാണ്, അതായത് ക്വാളിഫൈഡ് ഇൻകം ഏൺ ചെയ്യുകയാണ്. അതിന് അവർ എത്ര ടാക്സ് കൊടുക്കണം? 0% ടാക്സ് റേറ്റ് ആയിരിക്കും ആ ക്വാളിഫൈഡ് ഇൻകത്തിന്റെ മേലെ ചാർജ് ചെയ്യുക. ഇതിനർത്ഥം ടാക്സ് കൊടുക്കേണ്ടത് വരില്ല. ഇൻ കേസ് അവർക്ക് കൂട്ടത്തിലൊരു പറഞ്ഞിരിക്കുന്ന ക്വാളിഫൈഡ് ആക്ടിവിറ്റീസ് അല്ലാതെ മെൻഷൻ ചെയ്തല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇൻകം കിട്ടുവാണെങ്കിൽ നോർമൽ പോലെ അവർ 9% ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, കുറച്ച് ക്വാളിഫൈ ആക്ടിവിറ്റീസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ആക്ടിവിറ്റീസ് നിന്ന് ഇൻകം ഏൺ ചെയ്യുവാണ്. അങ്ങനെ ആ ഇൻകത്തിന് അവർ ടാക്സ് 0% അവർക്ക് ടാക്സ് റേറ്റ് വരിക. അങ്ങനെ അല്ലാത്ത ഇൻകം ആണ് അവർ ഏൺ ചെയ്യുന്നതെങ്കിൽ അവർക്ക് 9% ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. ഓക്കെ, ക്ലിയർ ആണോ ഈ ടോപ്പിക്ക്? ഇത് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പറഞ്ഞ ഫ്രീ സോൺ ഏരിയയിലുള്ള കുറച്ച് ക്വാളിഫൈ ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ മേലെ അവർ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. 0% ആയിരിക്കും വരുന്ന ടാക്സ് റേറ്റ്. ഇൻ കേസ് അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് അല്ലാതെ ഏതെങ്കിലും തരത്തില് നോട്ട് ക്വാളിഫൈങ് ആയിട്ടുള്ള എന്ത് വരുന്നുണ്ട്, ഇൻകം വരുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോർമൽ പോലെ തന്നെ 9% ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആർക്കൊക്കെയാണ് നമ്മൾ ടാക്സ് കൊടുക്കുക, ആരൊക്കെയാണ് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ടാക്സബിൾ പേഴ്സൺ കേട്ടിട്ടില്ല? ഈ ടാക്സബിൾ പേഴ്സണെ നമ്മൾ രണ്ട് ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ടാക്സ് ഇപ്പൊ തന്നിരിക്കുന്ന ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ടാക്സബിൾ പേഴ്സണെ നമ്മൾ അറിയണം ആരൊക്കെയാണ് ടാക്സ് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ ഈ ടാക്സബിൾ പേഴ്സണെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റെസിഡന്റ് എന്നും ഒന്ന് നോൺ റെസിഡന്റ് എന്നും. ഓക്കെ, റെസിഡന്റിലോട്ട് വരുമ്പോൾ കോർപ്പറേറ്റ് ലോ വെച്ചിട്ട് റെസിഡന്റ് ആയിട്ട്, അതായത് UAE തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ റെസിഡന്റ് ആണ് നമ്മൾ പറയും. ഓക്കെ, ഇൻ കേസ് UAE ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത ബിസിനസ്സുകൾ നമ്മൾ നോൺ റെസിഡന്റ് എന്നും പറയും.
UAE ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത ബിസിനസ് എന്റിറ്റീസിന് നമ്മൾ നോൺ റെസിഡന്റ് എന്ന് പറയും. UAE തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എന്റിറ്റീസിന് നമ്മൾ എന്നാ പറയും? റെസിഡന്റ് എന്നും പറയും. ഓക്കെ ഓക്കെ അല്ലേ? ഒരു തപ്സപ്പൊന്നും തരുന്നില്ല. ഓക്കെ, ഇത് ഈ പറഞ്ഞിരിക്കുന്ന റെസിഡന്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോവാം. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന റെസിഡന്റ് ആയിട്ടുള്ള എന്റിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോവാം. എത്രണ്ണം? 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാം. അതിൽ ഫസ്റ്റ് വൺ ലീഗൽ പേഴ്സൺ, നാച്ചുറൽ പേഴ്സൺ, ലാസ്റ്റ് വൺ ഫോറിൻ പേഴ്സൺ. ഓക്കെ, ഈ ലീഗൽ പേഴ്സൺ, നാച്ചുറൽ പേഴ്സൺ, ഫോറിൻ പേഴ്സൺ എന്താ നോക്കുമ്പോൾ, ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FTAന്റെ കീഴിൽ ലീഗലി ഫോം ചെയ്തിരിക്കുന്ന, ലീഗലി ഇൻകോർപ്പറേറ്റ് ബിസിനസ് എന്റിറ്റീസിനെ നമ്മൾ എന്നാ പറയും? ലീഗലി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് എന്റിറ്റീസിനെ നമ്മൾ ലീഗലി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് എന്റിറ്റീസിനെ നമ്മൾ ലീഗൽ പേഴ്സൺ എന്ന് പറയും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നാച്ചുറൽ പേഴ്സണിലോട്ട് വരുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് കേട്ടിട്ടില്ലേ? UAEയിലൊക്കെ ഗൾഫ് കൺട്രീസിൽ ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർ. ഇപ്പൊ ഒരു ഫോട്ടോഗ്രാഫർ എന്താണ് ഫ്രീലാൻസ് ആയിട്ടാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ സോളോ പ്രൊപ്രൈറ്റർഷിപ്പ് ഒക്കെ ഇല്ലേ, ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന എങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയും? നാച്ചുറൽ പേഴ്സൺ എന്നായിരിക്കും പറയാം. ഓക്കെ, ഫ്രീലാൻസ് ആയിട്ടൊക്കെ ഇൻഡിവിജ്വലി ബിസിനസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നാച്ചുറൽ പേഴ്സൺ എന്നായിരിക്കും പറയാം. ഓക്കെ, ഫോറിൻ പേഴ്സൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞ UAEന്റെ പുറത്തുള്ള ഇപ്പൊ ഇന്ത്യയിലത്തെ ഒരു ബിസിനസ് ആണ് അത്, പിന്നെ കുറച്ച് മാനേജ്മെന്റും കൺട്രോളൊക്കെ എവിടെയുണ്ട്? നമ്മളെ UAEയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെ നമ്മൾ ഫോറിൻ പേഴ്സൺ എന്നും ആയിരിക്കും പറയാം. ഓക്കെ, ലീഗലി UAEയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് എന്റിറ്റീസിനെ നമ്മൾ ലീഗൽ പേഴ്സൺ എന്ന് പറയും. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയും. UAEന്റെ പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് എഫക്റ്റീവ് മാനേജ്മെന്റ് കൺട്രോൾ ഒക്കെ ഇവിടെ UAEയിൽ തന്നെയാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ ഫോറിൻ പേഴ്സൺ എന്ന് പറയും. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിഡന്റ് പേഴ്സണെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാരും ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ലീഗലി പറഞ്ഞിരിക്കുന്ന റെസിഡന്റ് പേഴ്സണെ ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. നേരത്തെ പറഞ്ഞിരിക്കുന്ന 3 റെസിഡന്റ് പേഴ്സണെ നമ്മൾ എന്ത് ചെയ്തു? ടാക്സേഷൻ പർപ്പസിനും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ 2 എണ്ണമായിട്ട് എന്ത് ചെയ്തു? ചുരുക്കി. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ ജുറിഡിക്കൽ പേഴ്സൺ, നാച്ചുറൽ പേഴ്സൺ. ജുറിഡിക്കൽ പേഴ്സണിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലീഗലും ഫോറിൻ പേഴ്സൺ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നവരെ നമ്മൾ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറയും. ഓക്കെ, ലീഗൽ പേഴ്സൺ അതുപോലെ തന്നെ ഫോറിൻ പേഴ്സണിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ജുറിഡിക്കൽ പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ആയിട്ടൊക്കെ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയും. അതൊക്കെ നേരത്തെ പറഞ്ഞ ഫോറിനും ഈ പറഞ്ഞ ലീഗൽ പേഴ്സൺ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്ന പേരാണ് ജുറിഡിക്കൽ പേഴ്സൺ. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഭീമ, അലീന ഈ പറഞ്ഞ അലീന, ഓക്കെ. നിങ്ങൾ ലേറ്റ് 8 മണിക്കാണോ ക്ലാസ് അറിഞ്ഞിരുന്നേ? ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു റെസിഡന്റ് പേഴ്സൺ ഒക്കെ പറഞ്ഞു. ഓക്കെ, അതൊക്കെ ക്ലിയർ ആയി. ഇനി നമ്മൾ ഈ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാര് ചില ടൈമിൽ ചില കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറും. ഓക്കെ,
അത് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. നോൺ റെസിഡന്റ് ആണ്, നമ്മൾ ഇന്ത്യയിലെ പുറത്ത് UAE പുറത്താണ് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോ ചില കേസിൽ ഈ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറും. അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന കുറച്ച് കേസുകളുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോൺ റെസിഡന്റ് ആണ്, ബട്ട് എന്ത് ചെയ്യാണ്, അവർ ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും UAE തന്നെ. അപ്പൊ അതിന് വരുന്ന കുറച്ച് കണ്ടീഷൻസ്, അതായത് ഫസ്റ്റ് പറഞ്ഞ പെർമനന്റ് എസ്റ്റാബ്ലിഷ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്, ഫോറിൻ ഇന്ത്യയിലാണ് ഇതിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്ത്യയിൽ തന്നെയുള്ള ബിസിനസിന്റെ ചില ഫാക്ടറികളോ ബ്രാഞ്ചുകളോ എവിടെയുണ്ട്, UAE-യിലും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ലില്ലി എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്താണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണ്, ഇന്ത്യയിൽ തന്നെ ഒരാളാണ്. ലില്ലിക്ക് എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ UAE-യില് ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബിസിനസ് അതേ ബ്രാഞ്ച് കാര്യങ്ങൾ എവിടെയുണ്ട്, 2-3 ബ്രാഞ്ച് എവിടെയുണ്ട്, UAE-യിലുണ്ട്. അങ്ങനെ വരുമ്പോ ആ UAE-യിൽ നിന്ന് ലില്ലിക്ക് ഈ പറഞ്ഞ പോലെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ആ ബ്രാഞ്ചിൽ നിന്ന് UAE-യിൽ തന്നെ ഇൻകം കിട്ടുന്നില്ലേ? അങ്ങനെ വരുമ്പോ ലില്ലി എന്ത് ചെയ്യണം, അവിടുത്തെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ലേ? അവിടെ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യണം, അതിന്റെ ബ്രാഞ്ച് ഉണ്ട്, അപ്പൊ അതിന് ലില്ലി എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ആ കേസിനെ പറയുന്നു, അതായത് പെർമനന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ UAE. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോ UAE-യില് ഫോറിൻ ആയിട്ടുള്ള ഒരു കൺട്രിയിലെ ഒരു ബിസിനസിന്റെ ബ്രാഞ്ചോ ഫാക്ടറിയോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ കാര്യങ്ങൾ UAE-യിൽ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവർക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇൻകത്തിന്റെ മേലെ അവരെന്ത് ചെയ്യണം, അവിടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വേറൊരു കേസ് പറഞ്ഞാൽ UAE-യിൽ നിന്ന് വേറെ ഏതെങ്കിലും ഇപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇതുപോലെ തന്നെ ഏതെങ്കിലും അസറ്റും കാര്യങ്ങളും അവിടെ സെയിൽ ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ UAE-യിൽ നിന്ന് തന്നെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഇൻകത്തിന്റെ മേലെ ഇവരെന്ത് ചെയ്യണം, അവിടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ചില കേസിൽ പറഞ്ഞ പോലെ എന്താണ്, ഇപ്പൊ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ വിനീതയ്ക്ക് എന്തുണ്ട്, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട് UAE-യിൽ. ഇപ്പൊ വിനീത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരാളായിരുന്നു, UAE-യിൽ എന്തുണ്ട്, ഒരു ഫ്ലാറ്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഫ്ലാറ്റും കാര്യങ്ങൾ റെന്റിന് കൊടുക്കുവാണ്. ഓക്കെ, ആ റെന്റിന് കൊടുക്കുന്നത് അവൾക്കതൊരു ഇൻകം ആണ്, അവൾ എന്ത് ചെയ്യണം, അവിടുത്തെ ടാക്സ് പേ ചെയ്യണം. അങ്ങനെ ഈ ഒരു 3 കണ്ടീഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആള് ടാക്സിബിൾ പേഴ്സൺ ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ മൂന്ന് കോൺസെപ്റ്റ് ഓക്കെ ആണോ? പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് UAE-യിൽ ഉണ്ടെങ്കിൽ അവർ അവിടുത്തെ ടാക്സ് പേ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ഈ പറഞ്ഞ പോലെ അസറ്റ് അവിടെ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് അവിടെ സെയിൽ ചെയ്യാണ്. അപ്പൊ അങ്ങനെ അവിടെ ഇൻകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ടാക്സ് അവർ പേ ചെയ്യണം. ഇപ്പൊ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിന്റെ മേലെ ഏതെങ്കിലും തരത്തിൽ ഇൻകം അവർക്ക് കിട്ടുന്നുണ്ട്, ഇന്ത്യയിൽ ഇപ്പൊ UAE-യിൽ പുറത്തുള്ള ഒരാൾക്ക് അവിടെ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ നോൺ റെസിഡന്റ് ഒരാളാണ്, അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട്, അവരെന്ത് ചെയ്യണം, അവിടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഈ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾ ടാക്സിബിൾ പേഴ്സൺ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഭീമ, അലീന, പ്രതാപ്, ജീനവർക്കൊക്കെ ഓക്കെ അല്ലേ? തമസപ്പെടുന്നില്ല. ഓക്കെ ആയിട്ടാണോ തമസപ്പെടുന്നേ? ക്ലിയർ ആയോ അലീന? അലീന ഇടയ്ക്ക് വെച്ച് കയറിയോണ്ടാട്ടോ ഞാൻ ചോദിക്കുന്നേ. ഓക്കെ ആണോ? അല്ലയാ, കേൾക്കാവോ? ഓക്കെ അല്ലേ? അൺമ്യൂട്ട് ചെയ്ത് പറയേ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇനി അടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സ് കാര്യങ്ങൾ നമുക്ക് പാർട്ണർഷിപ്പിൽ എങ്ങനെ നമുക്ക് അപ്ലിക്കബിൾ ആക്കാം, പാർട്ണർഷിപ്പിൽ എങ്ങനെയായിരിക്കും കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യം? ഓക്കേടാ, കുഴപ്പമില്ല, സീനില്ല. ഞാൻ ചോദിച്ചു കാരണം താനെ ഇടയ്ക്ക് വെച്ചല്ലേ കയറിയത്, അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ, ഓക്കെ, നമ്മൾ ടോപ്പിക്കിലോട്ട് വരാം. എന്തായിരുന്നു പാർട്ണർഷിപ്പിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യങ്ങൾ വരുന്നത്? അപ്പൊ പാർട്ണർഷിപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഈ പറഞ്ഞ പോലെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് അൺഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പും ഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പും. അൺഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പും ഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പും. അതിലോട്ട് വരുമ്പോൾ അൺഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ് ഇവർക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
ഓക്കെ, ലീഗലി ഫോം ചെയ്യാത്ത ഒരു കമ്പനി പോലൊന്നും ഫോം ചെയ്യാത്ത ബിസിനസ് ഉണ്ട്. ഇപ്പൊ രണ്ടോ മൂന്നോ അതിലേക്കുമ്പോ പാർട്ട്നേഴ്സ് ചേർന്നിട്ട് 2-3 ആൾക്കാരൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാം. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ലീഗലി ഫോം ചെയ്ത് ഇപ്പൊ ഒരു കമ്പനി ആയിട്ടൊന്നും ആയിരിക്കത്തില്ല അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു ബിസിനസ് ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വരുന്ന പാർട്ട്ണർഷിപ്പിനെ നമ്മൾ എന്ത് പറയും, അൺഇൻകോർപ്പറേറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ഓക്കെ, അവർക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ഒന്നും ആയിരിക്കത്തില്ല, ലീഗലി ഫോം ചെയ്തൊന്നും ആയിരിക്കത്തില്ല. അവരെന്ത് ചെയ്യാണ്, ഇപ്പൊ ഈ പറഞ്ഞ ജീനയും അതുപോലെ തന്നെ വിനീതയും കൂടി എന്ത് ചെയ്യാണ്, ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അവർ ലീഗലി ഇപ്പൊ ഒരു കമ്പനി ആയിട്ടൊന്നല്ല അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരെന്താ നമുക്കൊരു കമ്പനി ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ 3 കൂടി ചേർന്നിട്ട് ലീഗലി ഫോം ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തതാ. അങ്ങനെയുള്ള ലീഗലി ഫോം ചെയ്യാത്ത സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസുകൾ കാര്യങ്ങളും ഇല്ലാത്ത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺഇൻകോർപ്പറേറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്നായിരിക്കും പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇപ്പൊ ലീഗലി ഫോം ചെയ്യാത്തതായത് കൊണ്ട് തന്നെ അവർക്ക് വരുന്ന ലോസും കാര്യങ്ങളൊക്കെ അവർ പേഴ്സണലി ലേബിൾ ആയിരിക്കും അത് കൊടുക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ ജീനയ്ക്ക് അവരിന് ലോസും കാര്യങ്ങളും ജീന ചിലപ്പോ വേണമെങ്കിൽ പറഞ്ഞ പോലെ ലോസ് തീർക്കാൻ പറ്റാത്ത ചില കേസ് വരുമ്പോൾ ജീനേന്റെ പേഴ്സണൽ ആയിട്ട് ചിലപ്പോൾ അസറ്റും കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയുള്ള അങ്ങനെയുള്ള പാർട്ണർഷിപ്പുകളാണ് നമ്മൾ അൺഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിലോട്ട് വരുമ്പോ അവർക്ക് എങ്ങനെയാണ് ടാക്സേഷനും കാര്യങ്ങളും കൊടുക്കുക, അവരെങ്ങനെയാണ് ടാക്സ് കാര്യങ്ങളൊക്കെ പേ ചെയ്യാൻ, അവർ പേഴ്സണലി ആയിരിക്കും അവർ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, പാർട്ണർഷിപ്പ് നമ്മൾ ലീഗലി ഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് പേഴ്സണലി ഇപ്പൊ ജീനയ്ക്ക് എത്രയാണോ അതിന് കിട്ടുന്ന ഷെയറിന് വരുന്ന പ്രോഫിറ്റ് വരുന്നത് അതിന്റെ ബേസിൽ അവരെന്താണ് ജീന എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടും. പ്രിയയ്ക്ക് ഇപ്പൊ എത്രയാണോ വന്നിരിക്കുന്നത് ആ രീതിയിലായിരിക്കും പ്രിയ അതിന്റെ ടാക്സ് പേ ചെയ്യുക. വിനീത് എങ്ങനെയായിരിക്കും, വിനീതയ്ക്ക് ഇപ്പൊ എത്രയായിരിക്കോ അതിന് കിട്ടുന്ന പ്രോഫിറ്റ് ആ പ്രോഫിറ്റിന് മേലെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, വിനീതി ടാക്സ് പേ ചെയ്യുന്നത്. പേഴ്സണലി ആയിരിക്കും അവന്റെ ടാക്സിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരിക അൺഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇത് അപ്പൊ ഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ് എന്തായിരിക്കും, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ഉള്ള ഒരു കമ്പനിയൊക്കെ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു പാർട്ണർഷിപ്പിനെ നമ്മൾ എന്ത് പറയും, ഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയും. ഓക്കെ, അവരുടെ ടാക്സിന്റെ പേയ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും വരിക, നോർമൽ ആ ഒരു പാർട്ണർഷിപ്പിന്റെ എൻറ്റിറ്റീസിന്റെ പേര് തന്നെയായിരിക്കും അവർ ടാക്സ് പേ ചെയ്യേണ്ടത്. റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യേണ്ടതൊക്കെ എങ്ങനെയായിരിക്കും, ആ പാർട്ണർഷിപ്പിന്റെ എൻറ്റിറ്റീസിന്റെ പേരിൽ തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, ടാക്സ് പേ ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരിക. അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആണ്, ഒരു കമ്പനിയൊക്കെ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന പാർട്ണർഷിപ്പ് ആണെന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ് നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഭീമ, വിനീത, അലീന, പ്രതാപ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് നോക്കാനാണ് ഫാമിലി ഫൗണ്ടേഷൻ ആണ്. ഇനി കേട്ടിട്ടുണ്ടോ ഫാമിലി ഫൗണ്ടേഷൻ? നമ്മൾ HUF എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? HUF ഒക്കെ കേട്ടിട്ടുള്ളവരുണ്ടോ? എന്താണ് HUF എന്നൊക്കെ? ഭീമ കേട്ടിട്ടുണ്ട്, വിനീതും കേട്ടിട്ടുണ്ട്, പിന്നെ ആരൊക്കെ കേട്ടിട്ടുള്ളത്? ലില്ലി കേട്ടിട്ടുണ്ട്. ഓക്കെ, പ്രിയ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ പ്രിയ കേൾക്കാത്ത പ്രിയക്ക് വേണ്ടിയിട്ട് പറയണം. ഇപ്പൊ അതെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF ശരിയാണ്, പ്രതാപ് പറഞ്ഞത് കറക്റ്റ് ആണ്. വെരി ഗുഡ്, എല്ലാവർക്കും വെരി ഗുഡ്. ഓക്കെ, HUF പോലെ തന്നെ ഉള്ള UAയിലുള്ള ഒരു ഫൗണ്ടേഷനെ നമ്മൾ ഫാമിലി ഫൗണ്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും അതിലെ പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ഈ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. അതിലൊരു സ്പെസിഫിക് ഒരു ഒറ്റ ഫാമിലി മെമ്പർ എന്തായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മാനേജും കഴിയുന്ന ഒരു ഫാമിലി മെമ്പറും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ഫൗണ്ടേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ അവരെങ്ങനെയാണ് ടാക്സ് പേ ചെയ്യുക, അവർക്ക് എങ്ങനെയാണ് ടാക്സ് പറ്റി കാര്യങ്ങൾ വരികയാണ്. ഓക്കെ, അതിന് വരുമ്പോ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ അൺഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ്, ഈ ഒരു ഫാമിലി ഫൗണ്ടേഷന് ഈ പറഞ്ഞിരിക്കുന്ന അൺഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ് ആയിട്ട് മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഫാമിലി ഫൗണ്ടേഷന് എന്തുണ്ട്, അൺഇൻകോർപ്പറേറ്റഡ് പാർട്ണർഷിപ്പ് ആയിട്ട് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പൊ അത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ആകാനൊന്നും പറ്റത്തില്ല. നമ്മൾ FTA എന്ന് പറയുമ്പോൾ ഫെഡറൽ ടാക്സ് അതോറിറ്റി, നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ടാക്സേഷൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് UAE-യിലുള്ള FTA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ അതോറിറ്റിയിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞങ്ങൾ ഈ പറഞ്ഞ ബ്രാൻഡ് ഇൻകോർപ്പറേറ്റ് പാർട്ണർഷിപ്പിലോട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെ FTA എന്താണ് അപ്രൂവൽ കൊടുക്കുകയാണ്, ഇനി മുതൽ അൺഇൻകോർപ്പറേറ്റ് പാർട്ണർഷിപ്പ് ആണെന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ അൺഇൻകോർപ്പറേറ്റിന്റെ പാർട്ണർഷിപ്പ് എങ്ങനെയാണോ ടാക്സ് പേ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ അവർക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ അപ്രൂവ് ചെയ്തില്ല, FTA അപ്രൂവ് ചെയ്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫൗണ്ടേഷന്റെ പ്രൊവിഷൻസ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ആയിരിക്കും അവരെ ടാക്സ് പേ ചെയ്യുക. ഫാമിലി ഫൗണ്ടേഷൻ എങ്ങനെയാണോ ആ ഫൗണ്ടേഷന്റെ പേരിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ടാക്സ് പേ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അൺഇൻകോർപ്പറേറ്റ് പാർട്ണർഷിപ്പ് ആയിട്ട് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട് അവർക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ഓരോ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ ഡയറക്ടേഴ്സിന് എത്രയാണോ ഷെയർസ് കാര്യങ്ങൾ വരുന്നത് അതിന് വെച്ചിട്ടായിരിക്കും അവർ ടാക്സ് പേ ചെയ്യാം. അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫാമിലി ഫൗണ്ടേഷന്റെ ആ ഒരു ഫേമിനെ വെച്ചിട്ട് തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യാം, ടാക്സും കാര്യങ്ങളും പേ ചെയ്യുന്നതും ഫയൽ ചെയ്യുന്നതും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, ടാക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റെസിഡന്റ് ആയിട്ടുള്ള ഒന്നോ അതിലധികമോ പേഴ്സൺസ് ഓക്കെ ഒരു ടാക്സ് ഗ്രൂപ്പ് ഫോം ചെയ്യാണ്. ചില ടാക്സ് പർപ്പസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരൊറ്റ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ അലീന അതുപോലെ തന്നെ പ്രതാപ്, ലില്ലി പോലെ ഇവർ 3 ആളും കൂടി ചേർന്നിട്ട് ഒരു ടാക്സ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാക്സ് ഗ്രൂപ്പിന്റെ പേരിലായിരിക്കും ടാക്സിന്റെ പേയ്മെന്റും ഫയലിംഗും ഒക്കെ പോകുന്നത്. അപ്പൊ അവരെ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണ്ട, ഈ പറഞ്ഞ പോലെ ടാക്സ് കാര്യങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗ്രൂപ്പ് വെച്ചിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ടാക്സ് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഗ്രൂപ്പ് വൈസ് തന്നെ അവർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ മേലെ ടാക്സ് പേ ചെയ്താൽ മതി. ഓക്കെ, അതായത് ടാക്സ് പർപ്പസിനുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇതൊരു ടാക്സ് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാണ്. 2ഓ അതിലധികമോ റെസിഡന്റ് പേഴ്സൺ. ഓക്കെ, ഒരു റെസിഡന്റ് പേഴ്സൺ ആയിരിക്കണം കേട്ടോ. റെസിഡന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ഈ പറഞ്ഞിരിക്കുന്നത് ഇതിലെ മെമ്പേഴ്സ്. ഇതിലെ മെമ്പേഴ്സിനോട്ട് വരുമ്പോൾ നമുക്ക് പാരന്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ അലീന ഒരു പാരന്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിലോട്ട് പ്രതാപും ലില്ലിയും എന്താണ് ജോയിൻ ചെയ്യാണ്. അപ്പൊ അവരെ നമ്മൾ എന്ത് പറയും, സബ്സിഡറി കമ്പനി എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു പാരന്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് ആയിരിക്കും ആ ഒരു ടാക്സ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? മീമ, ജീന, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ പറഞ്ഞതില്? ഓക്കെ ആണ്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടാക്സിന്റെ അപ്ലിക്കബിലിറ്റി എങ്ങനെയായിരിക്കും വരിക, ആ ടാക്സ് ഗ്രൂപ്പ് എത്രയാണോ ഇൻകം കിട്ടുന്നത് ആ ഇൻകത്തിന്റെ മേലെ അവരെന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്താലും മതി. ഓക്കെ, ഇവരിപ്പോ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പായിട്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഇനി ഇൻ കേസ് ഇനിയിപ്പോ നമുക്ക് ഇനിയിപ്പോ ഈ പറഞ്ഞ ടാക്സ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ നിങ്ങളെ ടാക്സ് ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യാണ്, ജീന ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ജീന എന്താണ് ഇവരെ ടാക്സ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാണ്. അപ്പൊ ജീന ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ജീനയ്ക്ക് കുറച്ച് അൺയൂട്ടിലൈസ് ആയിട്ട് ടാക്സ് ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ജീനയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ലോസ് ഉണ്ട്. ആ ലോസും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജീന നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോ ഈ ഒരു ഗ്രൂപ്പിലുള്ള ഈ ഗ്രൂപ്പിൽ നിന്ന് വന്നതിന് ശേഷം ജീനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻകം കിട്ടി, ടാക്സ് ഗ്രൂപ്പിന്റെ ഇൻകം അല്ല, ജീനയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻകം കിട്ടി ജോയിൻ ചെയ്തതിനു ശേഷം, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ജീനയ്ക്ക് ജീനയുടെ ലോസുമായിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രൂപ്പ് ജോയിൻ ചെയ്തതിനു ശേഷം ജീനയ്ക്ക് മാത്രമായിട്ട് കുറച്ച് ഇൻകം കിട്ടിയിട്ടുണ്ട്, ഒരു ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ജോയിൻ ചെയ്തതിനു ശേഷം. അങ്ങനെ വരുമ്പോൾ ജീനയ്ക്ക് ഉള്ള ലോസ് ജീനയുടെ ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ്സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് ജീന വരുന്നത് ലോസും നമ്മളെ ഗ്രൂപ്പിലെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ?
ജീന ഓൾറെഡി എന്തുണ്ട്, ജീനയ്ക്ക് കുറച്ച് ലോസുകൾ ഉണ്ടായിരുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം ജീനയ്ക്ക് മാത്രമായിട്ട് കുറച്ച് ഇൻകം ഏൺ ചെയ്തു. ഗ്രൂപ്പ് ജോയിൻ ചെയ്ത ശേഷം ജീനയുടെ മാത്രമായിട്ട് ഇൻകം ഉണ്ടായിരുന്നു. ആ ഇൻകം ജീനയുടെ ഓൾറെഡി ഉള്ള ലോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇവിടെ എന്തില്ല, ലോസ്, ജീന ജോയിൻ ചെയ്ത ശേഷം ഇൻകം ഒന്നും ഏൺ ചെയ്തില്ല, ഗ്രൂപ്പിൽ എന്തുണ്ട്, കുറച്ച് ഇൻകം ഉണ്ട്, കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ആ ഇൻകം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീനയുടെ മാത്രമായിട്ടുള്ള ലോസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ജീനയ്ക്കുള്ള ലോസ്, ജീനയ്ക്ക് മാത്രമുള്ള ഇൻകം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടാക്സ് ഗ്രൂപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം ആയിട്ട് ഒരു സബ്സിഡറിയുടെ ലോസും ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഭീമ, പ്രതാപ, അലീന, പ്രിയ, ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം, ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ടാക്സ് ഗ്രൂപ്പിലുള്ള ഇൻകം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോസ് ആയിട്ട്, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും എങ്ങനെയാണ്, ടാക്സ് ഗ്രൂപ്പിൽ കുറച്ച് ലോസാണ് സംഭവിച്ചത്, ജീനയ്ക്ക് ഓൾറെഡി കുറച്ച് ഇൻകം ആയിട്ടാണ് ജീന വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് ഗ്രൂപ്പിലെ ലോസും ഈ ഇവിടെ ജീനയുടെ മാത്രമായിട്ടുള്ള ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓഫ്സെറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇൻകത്തിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഫ്സെറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്രൂപ്പിലെ ഇൻകോ ലോസോ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ആരും തരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. ഇപ്പോ ടാക്സ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഇൻ കേസ് കുറച്ച് കഴിഞ്ഞപ്പോ ഇവർ എന്ത് ചെയ്യാൻ പോവാ, ടാക്സ് ഗ്രൂപ്പ് എൻഡ് ചെയ്യാൻ പോവാ. നമുക്ക് ഈ ടാക്സ് ഗ്രൂപ്പും കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ച് ലോസ് ഒക്കെ സംഭവിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോ ടാക്സ് ഗ്രൂപ്പ് ഒന്നും ഇനി മുന്നോട്ട് പോകത്തില്ല എന്ന് തോന്നിയപ്പോ എന്ത് ചെയ്യാൻ പോണേ, ഇത് എൻഡ് ചെയ്യാൻ പോവാ ടാക്സ് ഗ്രൂപ്പ്. അങ്ങനെ വരുമ്പോൾ ഇവരെ ഈ പറഞ്ഞിരിക്കുന്ന പ്രതാപും ലില്ലിയും ജീന എന്ത് ചെയ്തു, ഈ ടാക്സ് ഗ്രൂപ്പ് ഒന്ന് എക്സിറ്റ് ആയി പോയി. ഓക്കെ, പ്രതാപൻ, ലില്ലിയും ജീന എന്ത് ചെയ്തു, അലീനയുടെ ടാക്സ് ഗ്രൂപ്പിൽ നിന്ന്, അലീനയാണ് പാരന്റ് കമ്പനി, പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീസുകളൊക്കെ എന്ത് ചെയ്തു, എക്സിറ്റ് ആയി പോയി. ലോസും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ലോസ്, ടാക്സ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഈ ലോസ് അലീന മാത്രമായിരിക്കും സെറ്റ് ഓഫ് ചെയ്യേണ്ട ബാധ്യത ഉണ്ടായിരിക്കാം. ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്തു, എക്സിറ്റ് ആയി പോയി. ആ ഗ്രൂപ്പിൽ പാരന്റ് കമ്പനി ആയിട്ടുള്ള അലീന മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പൊ അലീന ആയിരിക്കണം ഇതിന്റെ എല്ലാ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും, ആ ലോസിന്റെ അലീനയ്ക്കായിരിക്കും, അല്ലെങ്കിൽ പാരന്റ് കമ്പനിക്കായിരിക്കും. ഓക്കെ, ഇൻ കേസ് അലീനയെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ പറഞ്ഞിരിക്കുന്ന ടാക്സ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാ. അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന ഈ ടാക്സ് ഇല്ലെങ്കിൽ ടാക്സ് ലോസ് ഫ്യൂച്ചറിൽ ഒരു ടാക്സബിൾ ഉണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അതായത് ലോസ് പാരന്റ് കമ്പനി ഓൾറെഡി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അലീന എന്ത് ചെയ്യണം, അതിന്റെ പേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അലീനയ്ക്കായിരിക്കും. അലീനെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ടാക്സ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫ്യൂച്ചറിൽ വരുന്ന ഒരു ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ലോസ് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഡൗട്ട് ഉണ്ടോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സംപ്റ്റഡ് പേഴ്സണുകൾ ഏതൊക്കെയാണ്. ഇപ്പൊ ടാക്സിബിൾ പേഴ്സൺ ഒക്കെ പറഞ്ഞു, ഈ പറഞ്ഞ ജുഡിക്കൽ പേഴ്സണും നാച്ചുറൽ പേഴ്സൺ ഒക്കെ പറഞ്ഞു, അവർക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാനുള്ളത് എക്സംപ്റ്റഡ് പേഴ്സൺ ആരൊക്കെയാണ്, അതായത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടതായിട്ടല്ലാത്ത ടാക്സ് കൊടുക്കേണ്ടാത്ത ഏതൊക്കെ പേഴ്സൺ അല്ലെങ്കിൽ ഏതൊക്കെ എൻറ്റിറ്റീസുകൾ ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 9 ടൈപ്സ് ഓഫ് എക്സംപ്റ്റഡ് പേഴ്സൺ ആണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, 9 ടൈപ്സ്. അപ്പൊ ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എൻറ്റിറ്റീസ്. ഓക്കെ, അതായത് ഈ മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള ഗവൺമെന്റ് അതോറിറ്റികളൊക്കെ ഉണ്ടായിരിക്കത്തില്ലേ,
അങ്ങനെയുള്ളവർക്ക് ഇവരെന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട, അവർക്ക് കോർപ്പറേറ്റ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഗവൺമെന്റ് കൺട്രോളിലുള്ള എൻറ്റിറ്റികൾ ഉണ്ടായിരിക്കും. ഓക്കെ. ഇപ്പോ പ്രിയ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പകുതി കൺട്രോൾ ആരെ പേരിൽ, ഇപ്പൊ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ കൺട്രോൾ കൂടിയായിട്ടാണ് പ്രിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ പോലെ കൺട്രോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണ്ട, ഈ പറഞ്ഞ പോലെ ടാക്സ് പേ ചെയ്യണ്ട. ഇനി ഗവൺമെന്റ് അല്ലാത്ത ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി പ്രിയ ചെയ്യുന്നുണ്ട്, കൺട്രോളിലല്ലാത്ത ഏതെങ്കിലും ആക്ടിവിറ്റീസ് പ്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഗവൺമെന്റ് കൺട്രോളിലുള്ള ഏത് ഭാഗമാണോ, എത്ര ആക്ടിവിറ്റീസ് കാണോ, അതിനെന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട. ഓക്കെ. ഗവൺമെന്റ് എൻറ്റിറ്റീസിന് എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സിന് എക്സംപ്റ്റഡ് ആണ്. ഗവൺമെന്റ് കൺട്രോളിലുള്ള എൻറ്റിറ്റീസുകൾ ഉണ്ടായിരിക്കും, അവർക്കും എന്താണ്, കോർപ്പറേറ്റ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ ഇന്നത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ബിസിനസ്സുകളൊക്കെ ഇല്ലേ. ഇപ്പൊ ഈ ഓയില് പോലെയുള്ള, ഇപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്ന എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ബിസിനസ് പറഞ്ഞാൽ ഓയിലും കാര്യങ്ങളാണല്ലോ. ഇപ്പൊ നമുക്ക് യുദ്ധങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വന്നപ്പോ നമുക്കിപ്പോ ഗ്യാസിനൊക്കെ ഭയങ്കര വില കൂടി ഭയങ്കര സീനായിരുന്നല്ലോ, അല്ലെ? അപ്പം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അപ്പൊ കൂടുതലായിട്ട് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ് ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കോർപ്പറേറ്റ് ടാക്സ് എക്സെപ്ഷൻ കിട്ടും. ബട്ട് അവർക്ക് ഈ എമിറേറ്റ് വഴി ഏതെങ്കിലും ലോക്കൽ ഗവൺമെന്റ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അവർ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? കോർപ്പറേറ്റ് ടാക്സ് മാത്രമാണ് അവർക്ക് എക്സംഷൻ. ലോക്കൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ടാക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അവർ പേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ കോർപ്പറേറ്റ് ടാക്സ് അവർക്ക് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഇനി ഇത് ഈ പറഞ്ഞ പോലെ നാച്ചുറൽ റിസോഴ്സും കാര്യങ്ങളും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, അതുപോലെ തന്നെ ഇത് റീഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും, ഇല്ലേ? ഈ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സും കാര്യങ്ങളും പ്രോസസ് ചെയ്യുക അല്ലെങ്കിൽ റീഫില്ല് ചെയ്യുന്ന പോലെയുള്ള ബിസിനസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന എൻറ്റിറ്റീസുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സ് എക്സംപ്റ്റഡ് ആയിരിക്കും. ബട്ട് എന്തായിരിക്കും, അവർക്ക് ഏതെങ്കിലും ലോക്കൽ ഗവൺമെന്റിന്റെ ടാക്സും കാര്യങ്ങളും അത് അവർ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ എമിറേറ്റ്സിനും കാരണം ലോക്കൽ ഗവൺമെന്റ് ഏതെങ്കിലും ടാക്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ പേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ കോർപ്പറേറ്റ് ടാക്സ് അവർക്ക് എന്താണ്, എക്സെപ്റ്റഡ് ആയിരിക്കും. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. അലീന, അവരൊന്നും ആരൊന്നും മിണ്ടുന്നില്ല. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പബ്ലിക് ബെനിഫിറ്റ് ഉള്ള എൻറ്റിറ്റികൾ, ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രസ്റ്റ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള എൻറ്റിറ്റീസുകളൊക്കെ ഉണ്ടായിരിക്കത്തില്ലേ. ഹെൽത്ത് കെയർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ പബ്ലിക് ബെനിഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന എൻറ്റിറ്റീസുകൾ ഉണ്ടായിരിക്കത്തില്ലേ. അവർക്കും ഈ പറഞ്ഞ പോലെ ടാക്സിൽ, കോർപ്പറേറ്റ് ടാക്സിൽ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. അതായത് ഇപ്പോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റീസുകളൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ബിസിനസ് ഒക്കെ വെക്കുന്നവരുണ്ടായിരിക്കും. അവർക്കും ഈ പറഞ്ഞ പോലെ എന്താണ്, എക്സെപ്റ്റഡ് പേഴ്സൺ ആയിട്ടായിരിക്കും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നമ്മളെ സെക്യൂരിറ്റി ഫണ്ട്, പെൻഷൻ ഫണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന എൻറ്റിറ്റീസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് എൻറ്റിറ്റീസുകൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ എന്തായിരിക്കും, കോർപ്പറേറ്റ് ടാക്സിന് എക്സംഷൻ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വന്നാണ് ക്വാളിഫൈഡ് ജുഡിക്കൽ പേഴ്സൺ. ഈ ജുഡിക്കൽ പേഴ്സൺ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെയായിരുന്നു ജുഡിക്കൽ പേഴ്സൺ, ഏതൊക്കെയായിരുന്നു ജുഡിക്കൽ പേഴ്സൺ? ആരാ ഫസ്റ്റ് പറയുന്നത് നോക്കട്ടെ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ആരൊക്കെയായിരുന്നു ജുഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയായിരുന്നു ജുഡിക്കൽ പേഴ്സൺസ്? വേഗം പറ ആരൊക്കെയാ, ആരാദ്യം പറയുന്നേ? ജീന, പ്രിയ, വിനീത, ലില്ലി, ലീന, ആരാ? വിനീതയാണോ അത് പറയുന്നത്? ആരൊക്കെയായിരുന്നു ജുഡിക്കൽ പേഴ്സൺ? അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക ആരായെങ്കിലും. വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണേ. ആരൊക്കെയായിരുന്നു ജുഡിക്കൽ പേഴ്സൺ? പ്രിയ, ജീന, ആരും ഇല്ല,
ലീഗൽ ആൻഡ് ഫോറിൻ പേഴ്സൺ. ഓക്കെ, ലീഗൽ ആൻഡ് ഫോറിൻ പേഴ്സൺ. വെരി ഗുഡ്. വിനീതയ്ക്കാണ് കേട്ടോ പ്രാവശ്യം ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്കാർക്കും അറിയായിട്ടാണോ അതോ ആരും ഇല്ല ഇവിടെ? ലീഗൽ ഫോറിൻ. ഓക്കെ ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് വരുന്നു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ലീഗലും ഫോറിൻ പേഴ്സൺ ആയിട്ട് ജുഡിക്കൽ പേഴ്സൺസ് ഈ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ആക്ടിവിറ്റീസുകൾ സൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ഈ പറഞ്ഞ പോലെ എക്സെപ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഇപ്പൊ അതൊക്കെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അനന്തര, അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാബിനറ്റ് തീരുമാനിക്കുകയാണ് ഇന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് എക്സെപ്റ്റഡ് പേഴ്സൺ ആയിട്ട് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ വരുന്ന ക്യാബിനറ്റ് ഡിസിഷൻ വെച്ചിട്ട് അക്സെപ്റ്റഡ് പേഴ്സൺ ആയിട്ട് മാറുന്ന എൻറ്റിറ്റീസുകളെ നമ്മൾ ഇനി അതർ പേഴ്സൺ എന്നും പറയും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ലില്ലിക്ക് മാത്രമാണോ? ഓക്കെ, ഭീമ, വീര, അതായത് ക്യാബിനറ്റ് തീരുമാനിക്കുകയാണ് ഇനി മുതൽ ഈ ഒരു എൻറ്റിറ്റീസുകളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്ക് എക്സെപ്റ്റഡ് പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുന്ന ഡിസിഷൻ വെച്ചിട്ട് വരുന്ന എൻറ്റിറ്റീസുകൾ നമ്മൾ ഇനി അതർ പേഴ്സൺ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ സോണിലോട്ട് കടക്കാൻ പോവാം. ഓക്കെ, ഫ്രീ സോൺ മാത്രമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ ഓക്കെ ആണ്, എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ നമുക്ക് നല്ല ജസ്റ്റ് ഒരു ടോക്ക്, നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ എല്ലാവരും? വർക്ക് ചെയ്യുവാണ്. അതെ, വർക്ക് ചെയ്യുവാണ്. ഓക്കെ ഓക്കെ, പ്രിയ വർക്ക് ചെയ്യല്ലേ, പഠിക്കുവാണ് പ്രിയ? വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഇടാട്ടോ. ഈ ശ്രീ കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ട് ആള് ഇതുവരെയായിട്ട് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആളിവിടെ ഇല്ലേ? വിനീത വർക്ക് ചെയ്യുവാണോ? അതെ മാം. ഓക്കെ, ലില്ലിയോ? ഓഫീസിൽ വർക്ക് ചെയ്യും. ആ ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, തന്റെ പേരെന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ എനിക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രീകാർത്തി, പേരെന്തായിരുന്നു തന്റെ? കൃഷ്ണപ്രിയ. ഓക്കെ ഓക്കെ, അറ്റൻഡൻസ് ഇടുമ്പോ ചിലപ്പോ ഞാൻ ഈ പേര് നോക്കി നടക്കുമായിരിക്കും. പേര് പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, ഹൗസ് വൈഫാണ്. ലില്ലി ഹൗസ് വൈഫാണ്, വർക്ക് ചെയ്യണോ? ഓക്കെ, അമൃത. ഓ, നിങ്ങൾ ശരിക്കും പേരൊക്കെ പറഞ്ഞട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഈ പേര് വെച്ചിട്ടായിരിക്കും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഭീമ വർക്ക് ചെയ്യാണോ അതോ അലീന വർക്ക് ചെയ്യാണ്? പ്രതാപ് വർക്ക് ചെയ്യാണോ? ഞാൻ തംസപ്പ് ഒന്നും കണ്ടില്ല, ഞാൻ ജസ്റ്റ് വേറെ എന്തോ പോയി. ഹൗസ് വൈഫ് ആയിട്ടുള്ളവരുണ്ട്, വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, ഒന്ന് ഫ്രഷ് ആയില്ലേ? നമുക്ക് ക്ലാസ്സിലോട്ട് കിടന്നാലോ? ആ ഓക്കെ ഓക്കെ, എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. ഒന്ന് ഫ്രഷപ്പ് ആയോ? ബാക്കി എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫ്രീ സോണിലോട്ട് വരാം. അപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഫ്രീ സോൺ എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു ഫ്രീ സോൺ? എന്താണ്? എനിക്ക് ആരെങ്കിലും ഒന്ന് നേരത്തെ ഓൾറെഡി പറഞ്ഞത് വെച്ചിട്ട് ആരെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? എന്താണ് ഫ്രീ സോൺ പേഴ്സൺ? എനിക്ക് ഫ്രീ സോൺ ഏരിയ എന്താണ്? അൺമ്യൂട്ട് ചെയ്ത് പറയേ, എനിക്ക് ചാറ്റ് ബോക്സിലിടേ, വേണേൽ ചെയ്യാം. വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം ക്ലാസ് മൈൻഡപ്പ് ചെയ്യാം. കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ടൈപ്പ് ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കുറെ സമയം എടുക്കത്തില്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ എന്താണ് ഫ്രീ സോൺ പേഴ്സൺ എന്ന് പറഞ്ഞാല്. ആരുമില്ലേ പറയാൻ? വിനീത, ലില്ലി, ആരെങ്കിലും ഒരാൾ പറ. ടൈപ്പ് ചെയ്യാണോ അല്ലെങ്കിൽ
അൺമ്യൂട്ട് ചെയ്ത് പറയൂ ആരേലും. എന്തായിരുന്നു ഫ്രീ സോൺ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രീ സോൺ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ലേ? ഹലോ, ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. നിങ്ങൾ തെറ്റാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ ഒന്ന് എടുത്തല്ലേ ഉള്ളൂ. ആരെങ്കിലും പറയാൻ മുന്നോട്ട് വന്നാൽ. ജീന പറയടാ ജീന, എന്താണ് ഫ്രീ സോൺ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്? ഓക്കെ, സ്പെഷ്യൽ സോൺ ആണ് അവർക്ക് ഈ പറഞ്ഞ പോലെ. വെരി ഗുഡ് ലില്ലി. ഓക്കെ, എന്തായിരുന്നു അവർക്ക് ആ ഒരു സ്പെഷ്യൽ ഏരിയ ആണ്, നമ്മളെ യു എയിൽ തന്നെ ഉള്ള ഏരിയ തന്നെ ആയിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഏരിയനെ നമ്മൾ എന്ത് പറയും? ഈ പറഞ്ഞ പോലെ ഫ്രീ സോൺ ഏരിയ എന്ന് പറയും. അപ്പൊ ഈ ഒരു ഫ്രീ സോൺ ഏരിയയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് പറയും? ഫ്രീ സോൺ പേഴ്സൺ എന്ന് പറയും. ഓക്കെ, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ അതിലോട്ട് വരുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫ്രീ സോൺ ഏരിയനെ അല്ലെങ്കിൽ ഫ്രീ സോൺ പേഴ്സണിനെ. ഓക്കെ, രണ്ട് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺ, അതുപോലെ നോൺ ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺ. ഓക്കെ, ഫ്രീ സോൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഏരിയ ആണ്, സ്പെഷ്യൽ എക്കണോമിക് ഏരിയ ആണ്. അവർക്ക് കുറച്ച് റൂൾസും കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് ഓൺ റെഗുലേഷൻസും ഓൺ റൂൾസും ആയിരിക്കും ഉണ്ടായിരിക്കുക. അവർക്ക് കുറച്ച് ടാക്സിൽ എക്സെപ്ഷൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയനെ നമ്മൾ ഫ്രീ സോൺ ഏരിയ എന്ന് പറയും. അവിടെ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാണെന്നെങ്കിൽ അവരെ ഫ്രീ സോൺ പേഴ്സൺ എന്ന് പറയും. അങ്ങനെ ആ ഫ്രീ സോൺ പേഴ്സണെ നമ്മൾ രണ്ട് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സണും ഒന്ന് നോൺ ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺ. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ സോൺ ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺ ആവണമെന്നെനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കണം. ഓക്കെ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മെയിൻ കാര്യങ്ങൾ ഇപ്പൊ ഫ്രീ സോൺ ഏരിയയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാണ് അവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ മെയിൻ ആഡിക്കേറ്റ്സ്, അതായത് ഇപ്പോ ഈ പറഞ്ഞ പോലെ പ്രിയ എന്ത് ചെയ്യാണ് ഒരു ഫ്രീ സോൺ ഏരിയയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാണ്. ഈ ഒരു പ്രിയയുടെ ബിസിനസ്സിലെ മെയിൻ കാര്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ മാനേജ്മെന്റും കൺട്രോളും എവിടെ നടക്കുന്ന ഈ ഒരു ഫ്രീ സോൺ ഏരിയയിലായിരിക്കണം. അല്ലെ, നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുതൽ എവിടെ ആയിരിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ സോൺ ഏരിയയിലായിരിക്കണം. ഓക്കെ, ഇതിന്റെ മെയിൻ പ്രസൻസ് കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും? ഈ ഒരു ബിസിനസിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയായിരിക്കും? ഈ ഒരു ഫ്രീ സോൺ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഫ്രീ സോൺ പേഴ്സൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ബിസിനസിന്റെ മെയിൻ കാര്യങ്ങൾ നമ്പർ ഓഫ് എംപ്ലോയീസ് ആയിക്കോട്ടെ, മെയിൻ കൺട്രോളിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ എവിടെ ആയിരിക്കണം? ഈ ഒരു ഫ്രീ സോൺ ഏരിയയിലായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. എന്താണ്? അവരെ ഫ്രീ സോൺ പേഴ്സൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വേറൊരു കേസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്വാളിഫൈഡ് ഇൻകംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ പറഞ്ഞ ലോജിസ്റ്റിക് പോലെ നമ്മളെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ക്യാബിനറ്റ് ഡിസിഷൻ വെച്ചിട്ട് കുറച്ച് ആക്ടിവിറ്റീസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ ഈ ഒരു ഫ്രീ സോൺ ഏരിയയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് ഈ പറഞ്ഞ പോലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഫ്രീ സോൺ പേഴ്സൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻ കാര്യങ്ങൾ എവിടെയായിരിക്കും? ഈ ഫ്രീ സോൺ ഏരിയ ആയിരിക്കും നടക്കേണ്ടത്. ക്യാബിനറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസുകൾ ഈ ഒരു ഫ്രീ സോൺ ഏരിയയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ 9% ഒപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഫ്രീ സോൺ ഏരിയയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എന്റിറ്റീസിനെ നമ്മൾ പറയാം ഫ്രീ സോൺ പേഴ്സൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ സ്പീഡ് കൂടി പോകുന്നില്ലല്ലോ? ക്ലാരിറ്റി കുറവില്ലല്ലോ? ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ ആം ലെങ്ത് പ്രിൻസിപ്പിൾ. അതായത് ഇപ്പൊ ഫ്രീ സോൺ ഏരിയയില് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പ്രിയ എന്നാണ് ഫ്രീ സോൺ ഏരിയയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ പ്രിയ എന്ത് ചെയ്യാണ്? പ്രിയയുടെ ഒരു ഗുഡ്സിന് എത്രയാണ്? 5000 ദിർഹമാണ് ഒരു ക്യാഷ് ആയിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ പ്രിയ എന്ത് ചെയ്യാണ്? പ്രിയന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഭീമയ്ക്ക് എന്ത് ചെയ്യാണ്? ആ ഗുഡ്സ് സെയിൽ ചെയ്യാണ്. അത് 1000 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്.
അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ ഒരു ആം ലെങ്ത് പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ റിലേറ്റഡ് പാർട്ടിക്ക് ആയിക്കോട്ടെ അൺറിലേറ്റഡ് പാർട്ടിക്ക് ആയിക്കോട്ടെ നമ്മളൊരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂന് തന്നെ ആയിരിക്കണം അതൊരു ഗുഡ്സ് എന്ത് ചെയ്യേണ്ടത്, സപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉറപ്പ് വരുത്തിയത് ഈ ഫ്രീ സോൺ ഏരിയയിലുള്ള ആളാണ്. ഇപ്പൊ പ്രിയ ഫ്രണ്ട് ആണെന്ന് കരുതിയിട്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂ പ്രൈസിങ് കുറച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. നമ്മൾ റിലേറ്റഡ് പാർട്ടി ആയിക്കോട്ടെ അൺറിലേറ്റഡ് പാർട്ടി ആയിക്കോട്ടെ അതിന്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ എത്രയാണ് ആ ഒരു ആ പ്രൈസ് തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇപ്പൊ റിലേറ്റഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ആം ലെങ്ത് പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം ആ ഒരു ഫ്രീ സോൺ ഏരിയയിലെ ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ പ്രിയ നടത്തുന്ന ഒരു ബിസിനസ്സിനെ നമുക്ക് എന്ത് പറയാം, ഫ്രീ സോൺ പേഴ്സൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ് എല്ലാവർക്കും? ഇപ്പൊ നമ്മൾ ഫ്രീ സോൺ പേഴ്സൺ ഒക്കെ കണ്ടു. ഇപ്പൊ ഇൻ കേസ് എന്താണ് ഇവർക്ക് ഈ പറഞ്ഞ പോലെ നോട്ട് ക്വാളിഫയിങ് ആയിട്ടുള്ള ഇപ്പൊ പ്രിയക്ക് ഈ പറഞ്ഞ പോലെ മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും തരത്തിൽ ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, പ്രിയ ഫ്രീ സോണിലാണ് ഇപ്പൊ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. പ്രിയക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്യാത്ത വേറൊരു തരത്തിലുള്ള നോട്ട് ക്വാളിഫയിങ് ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് കൊടുക്കണം? ഈ പറഞ്ഞ പോലെ 9% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിന് ഇൻകം കിട്ടുവാണെങ്കിൽ മാത്രമേ അവർ എത്രയുള്ളൂ ടാക്സ് റേറ്റ് ഉള്ളൂ, 0% ഉള്ളൂ. എല്ലാത്ത നോട്ട് ക്വാളിഫയിങ് ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നോർമൽ കേസ് ഇപ്പോൾ 3,75,000 വെച്ച് നോക്കണം എന്ത് 9% ടാക്സ് കൊടുക്കണം വരുവാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റിലോട്ട് പോവാം. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നോൺ ക്വാളിഫയിങ് ആയിട്ടുള്ള കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. ഇൻ കേസ് ചില കേസിൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ക്വാളിഫയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, സോറി ട്ടോ. ഓക്കെ, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു നോട്ട് ക്വാളിഫയിങ് ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ നോർമൽ കേസിൽ പോയി നമ്മൾ 9% ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോ ചില കേസ് ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്ന നോൺ ക്വാളിഫയിങ് ഇൻകം കിട്ടുന്നത് ടോട്ടൽ റവന്യൂവിന്റെ ഈ പറഞ്ഞിരിക്കുന്ന 5% താഴെയോ അല്ലെങ്കിൽ 50 ലക്ഷം ദർഹത്തിന്റെ താഴെയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ക്വാളിഫൈ ഇൻകം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും, ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, അതായത് ഈ നോൺ ക്വാളിഫയിങ് ഇൻകം കിട്ടുകയാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും, 9% ടാക്സ് കൊടുക്കേണ്ടി വരും നേരത്തെ പറഞ്ഞു. ചില കേസിൽ അതായത് ഇവര് ടോട്ടൽ റവന്യൂ ആ ഒരു ഇപ്പൊ പ്രിയ നടത്തുന്നതിന്റെ ടോട്ടൽ റവന്യൂ എന്താണ് ഈ പറഞ്ഞ ടോട്ടൽ റവന്യൂ ഈ പറഞ്ഞ നോട്ട് ക്വാളിഫയിങ് ഇൻകത്തിന്റെ 5% താഴെയോ അല്ലെങ്കിൽ 50 ലക്ഷം ദർഹത്തിന്റെ താഴെയോ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണ്ട, ഇവർക്ക് ക്വാളിഫൈ ഫ്രീ സോൺ പേഴ്സൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം, ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, ക്ലിയർ ആണോ? അല്ലാത്ത കേസ് ഇതിലോട്ട് കൂടുവാണെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ 3,75,000 ദർഹത്തിന്റെ മുകളിലോട്ട് വരികയാണെങ്കിൽ 9% ടാക്സ് കൊടുക്കേണ്ട രീതിയിലോട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലോട്ട് കൂടുവാണെന്നുണ്ടെങ്കിൽ. അതായത് ഓക്കെ ആണോ? റവന്യൂന്റെ ടോട്ടൽ റവന്യൂ ക്വാളിഫൈഡ് ഇൻകം ടോട്ടൽ റവന്യൂന്റെ 5% താഴെയോ അല്ലെങ്കിൽ 50 ലക്ഷം ദർഹത്തിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇവര് ക്വാളിഫൈ ഫ്രീ സോൺ പേഴ്സൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും.
ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ആരൊന്നും പറയുന്നില്ല. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നമ്മൾ മെയിൻ ആയിട്ട് ഫ്രീ സോൺ ഏരിയയിലോട്ട് പറയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഫ്രീ സോൺ എന്താണെന്ന് മനസ്സിലായില്ലേ? ഫ്രീ സോൺ എന്താണ്, ഫ്രീ സോണിൽ വരുന്ന കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്? ഓൾറെഡി പറഞ്ഞു. എന്തിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാണാന്ന് പറഞ്ഞത്? ഏത് ഇംഗത്തിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാണുന്നത്? എന്തിന്റെ മുകളിലായിരുന്നു നമ്മൾ ടാക്സ് കണ്ടിരുന്നത്? ഏത് ഇംഗത്തിന്റെ മുകളിലാ? ആരെങ്കിലും ഒരാൾ പറയൂ, ക്ലാസ് തീർക്കണ്ടേ? നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, വെരി ഗുഡ്. നെറ്റ് പ്രോഫിറ്റിന്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടാക്സ് കാണുന്നത് പറഞ്ഞു. എത്ര? 9% ടാക്സ് റേറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണോ ടാക്സ് കൊടുക്കാറുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ മേലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് പേ ചെയ്യേണ്ടതും റേറ്റ് കാണുന്നതും പേ ചെയ്യേണ്ടതും വേണ്ടത്. ഓക്കെ, അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും എന്താ നോക്കുക. ഇതാണ് ടോപ്പ് ടാക്സ് കാണാനുള്ള ഇതിന്റെ ചെറിയൊരു ഫോർമാറ്റ്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചോ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഫോട്ടോ എടുത്താ? അപ്പൊ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഏതൊക്കെ നോക്കാം. ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകളാണ് നമുക്ക് എന്നുള്ളത് ഈ ഒരു ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ളത്. ഇത്രയും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം, അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടാക്സബിൾ ഇൻകം കാണേണ്ടത്. ഓക്കെ, അപ്പോ അതിൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺറിയലൈസ്ഡ് ഗെയിൻ ഓർ ലോസ്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റിന്റെ മേലിൽ ഇപ്പൊ നമുക്ക് നമ്മളെ ബിസിനസ്, നമ്മളെ കയ്യിലുള്ള അസറ്റോ അല്ലെങ്കിൽ ലാബിലിറ്റിയോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? സെയിൽ ചെയ്യാം. ഓക്കെ, അലീൻ എന്ത് ചെയ്യാൻ പോവാണ്? അലീനിന്റെ കയ്യിലുള്ള ഗുഡ്സ് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അസറ്റ് എന്ത് ചെയ്യാണ്? സെയിൽ ചെയ്യാൻ പോവാണ് ഓൾറെഡി കയ്യിലുള്ള. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റിന് കൂടെ ആഡ് ചെയ്യണം. ലോസ് ആണെങ്കിൽ ഈ പ്രോഫിറ്റിന് ലെസ് ചെയ്യണം. ഓൾറെഡി ഇപ്പോ അലീനയ്ക്ക് ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും ഇല്ലേ? ഇപ്പൊ ഒരു പ്രോഫിറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പ്രോഫിറ്റിന് ഈ പറഞ്ഞിരിക്കുന്ന അവളെ ഏതെങ്കിലും ഗുഡ്സും കാര്യങ്ങളും സെയിൽ ചെയ്യാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റിന് കൂടെ ആഡ് ചെയ്യണം. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റിന് ലെസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? നമുക്കൊരു കേസ് സ്റ്റഡി വരുന്നുണ്ട് കേട്ടോ, നോക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താ പറയുക, ഇനിയിപ്പോ ഒരു എക്സംപ്റ്റഡ് ഇൻകം ആണ് അവർക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബിസിനസ്സുമായിട്ട് ഇപ്പൊ അലീന ഒരു ബിസിനസ് നടത്തുവാണ്. ഓക്കെ, ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഇൻകംസ് വരികയാണെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാത്ത ഏതെങ്കിലും എക്സ്പെൻസുകൾ വരികയാണെങ്കിൽ ഈ ഇൻകം ആയിട്ട് ഈ പ്രോഫിറ്റ് ആയിട്ട് ആഡ് ബാക്ക് ചെയ്യണം. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അലീന ഒരു ബിസിനസ് നടത്താണ്. ആ ബിസിനസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എക്സ്പെൻസുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അലീന എന്ത് ചെയ്യണം? ഈ ഇൻകത്തിന്റെ മേലെ ആഡ് ബാക്ക് ചെയ്യണം. ഇനി ഒരു ബന്ധമില്ലാത്ത ഇൻകംസ് അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഈ ഇൻകത്തിൽ നിന്ന് ലെസ്സും ചെയ്യണം. നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ എക്സംപ്റ്റഡ് ഇൻകം വന്നു. ഇപ്പൊ അലീനയ്ക്ക് ഇപ്പൊ എക്സംപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണം. ഈ പ്രോഫിറ്റ് ഓൾറെഡി ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ഇൻകം. അതെന്ത് ചെയ്യണം? എത്രയാണോ ഇൻകം, എക്സെപ്റ്റഡ് ഇൻകം, അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ കുറച്ച് ക്വാളിഫൈങ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ടാക്സ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കിട്ടുന്ന ഇൻകംസിനൊക്കെ നമുക്ക് ടാക്സ് റിലീഫ് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? അതും ഈ പറഞ്ഞ പോലെ ഇൻകത്തിൽ നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, ഇനി ചില ഡിഡക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാൻ പറ്റും.
ഈ ബിസിനസ്സായിട്ട് ബന്ധപ്പെടാത്ത ഏതെങ്കിലും എക്സ്പെൻസുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റുമായിട്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ചില ഡിഡക്ഷൻസ് ഉണ്ട്. ഓക്കെ, ചില ഡിഡക്ഷൻസ് ഉണ്ട്, അത് നമുക്ക് പകുതി ഡിഡക്ട് ചെയ്യാം, പകുതി നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടതായിട്ട്, അല്ലെങ്കിൽ പകുതി നമ്മൾ എന്ത് ചെയ്യണം എടുക്കണ്ട, പകുതി നമ്മൾ എന്ത് ചെയ്യണം ആഡ് ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നമുക്ക് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് പോലെയുള്ള എക്സ്പെൻസുകളൊക്കെ വന്നു. ഓക്കെ, ഇപ്പൊ അലീന എന്ത് ചെയ്യാണ്? അലീനന്റെ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പോവാണ്? സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ടിക്കറ്റിന്റെ പ്രൈസിൽ പകുതി നമുക്ക് ഡിഡക്ട് ചെയ്യാം, പകുതി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഈ നേരത്തെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ ഇപ്പൊ ഏതെങ്കിലും എക്സ്പെൻസുകൾ നമ്മൾ സംഭവിച്ചു. ഓക്കെ, റിലേറ്റഡ് പാർട്ടി, ഇപ്പൊ നമ്മളെ ബിസിനസ്സായിട്ട് ബന്ധപ്പെടാത്ത ഒരു എക്സ്പെൻസ് നമുക്ക് വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ചെയ്യാൻ പറ്റും. നമ്മളെ ബിസിനസ്സായിട്ട് ബന്ധപ്പെടാത്ത ഏതെങ്കിലും എക്സ്പെൻസുകൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇയർ. ഓക്കെ, കഴിഞ്ഞ മുന്നത്തെ ഇയറിൽ നമുക്ക് എന്തുണ്ട്? കുറച്ച് ലോസ് സംഭവിച്ചു, ടാക്സ് ലോസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന ഈ എന്താ പറയുക, നമ്മൾ ഫോറിൻ ടാക്സ് ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പൊ ഇന്ത്യയിലെ ഏതെങ്കിലും ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അലീന കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോറിൻ ടാക്സ് കുറയ്ക്കാൻ പറ്റും. എന്നിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് ആയിട്ട് ഗവൺമെന്റിലോട്ട് കൊടുക്കേണ്ടതായിട്ട് വരിക. ക്ലിയർ ആണോ? ഓക്കെ, ഒരു കേസ് സ്റ്റഡി വരുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ എന്താണ്? റിട്ടേൺ എന്താണ്? അതായത് നമ്മൾ ടാക്സ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്, അതായത് ഇപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്തതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിന് ചിലപ്പോൾ ലോൺസും കാര്യങ്ങളും, ഈ പറഞ്ഞ ഇൻകംസ് അല്ലെങ്കിൽ ലോസസ് കുറച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് ലയബിലിറ്റി കാണാം. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടതായിട്ടൊക്കെ ഇൻഫർമേഷൻസ് എന്തായിരിക്കും? ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് എത്രയാണ് ടാക്സ് കൊടുക്കാനുള്ളത്, അതിന്റെ ഫയലിംഗ് കാര്യങ്ങളോട്ട് വരാം. ഇതിന്റെ ഫയലിംഗ് വരുന്നത് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടാക്സ് ഇയർ ഇപ്പൊ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തത്, ഇപ്പൊ അലീന സെലക്ട് ചെയ്ത ടാക്സ് ഇയർ എന്ന് പറഞ്ഞാൽ ജനുവരി ടു ഡിസംബർ ആയിരുന്നു. അങ്ങനെ വരുമ്പോ ആ ഒരു ഇയർ കഴിഞ്ഞ് 9 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അലീന എന്ത് ചെയ്യണം? ഫയലിംഗ് ചെയ്യണം, പേയ്മെന്റ് ചെയ്യണം. ഫയലിംഗിന്റെ പേയ്മെന്റ് ടൈം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ അലീന റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ജനുവരി ടു ഡിസംബർ ആയിരുന്നു. ഇപ്പൊ 2026 ടു 2026 ഡിസംബർ വരെയാണ് സെലക്ട് ചെയ്യുന്ന ഇയർ. അപ്പൊ ഇവരെന്തായിരിക്കും? സെപ്റ്റംബർ 2027 സെപ്റ്റംബറിനുള്ളിൽ എന്ത് ചെയ്യണം? ഇവരെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പേയ്മെന്റും കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത് ഈ പറഞ്ഞ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ നോക്കിയിട്ടുണ്ടായിരിക്കുന്നത്. അതായത് ടാക്സ് പീരീഡ് ഏതാണ്? ഇപ്പോ നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ജനുവരി ടു ഡിസംബർ ആവാം, ഏപ്രിൽ ടു മാർച്ച് ആവാം. ഏത് ഇയർ ആണോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ടാക്സ് പീരീഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ടാക്സ് പേ ചെയ്യുന്ന ഡേയ്സ് നമ്മുടെ TRN നമ്പർ, അതുപോലെ തന്നെ അവരുടെ നെയിം അഡ്രസ്സുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ടാക്സ് റിട്ടേണിന്റെ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, എന്ത് അക്കൗണ്ടിങ് ഏത് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് നോക്കണം. അതുപോലെ തന്നെ ആ ഒരു ഇൻകം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ടാക്സ് ലോസും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈങ് ഗ്രൂപ്പുകൾ നമുക്ക് ലോസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഫോറിൻ ടാക്സും കാര്യങ്ങളും നമ്മൾ അതിൽ കാണിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ കാണിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ടാക്സ് ആയിൽ നമുക്ക് എത്രയാണോ ടാക്സ് പേ ചെയ്യാനുള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? ഞാൻ സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാറുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷത്തോളം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ റെക്കോർഡ്സും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 7 വർഷത്തോളം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡാറ്റ, നമ്മുടെ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ റെക്കോർഡ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം 7 വർഷത്തോളം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിൽ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട്.
ഓക്കെ ആണോ കോർപ്പറേറ്റ് ടാക്സ് ക്ലാസ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് എനിക്ക് വേണ്ടത്. ചുമ്മാ തംസപ്പ് തരുമല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ എല്ലാരും? ഓക്കെ ആണല്ലോ അല്ലെ? ഡൗട്ട്സും കാര്യങ്ങളും ഇല്ലാന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞിരിക്കുന്ന കേസ് സ്റ്റഡി ഒന്ന് ഷെയർ ചെയ്ത് തരാം. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ പറഞ്ഞ പോലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് വന്നത് 42,550,000 റുപ്പീസ് ആണ് നമുക്ക് എന്തായിട്ടുള്ളത്, പ്രോഫിറ്റ് ആയിട്ടുള്ളത്. നമുക്ക് മൂവി ടിക്കറ്റ് എടുത്തു കൊടുത്തു. നമുക്ക് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് കാണേണ്ടതാട്ടോ പറയുന്നത്. മൂവി ടിക്കറ്റ് എടുത്തു. അപ്പൊ ഇതിന്റെ പകുതി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രോഫിറ്റിന് കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അതായത് 1,32,500 റുപ്പീസിന്റെ 50%. അതായിരിക്കും നമ്മൾ പ്രോഫിറ്റിന് കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു കണ്ടീഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് സംഭവിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മളെ EBIT കേട്ടിട്ടുണ്ടോ? അതായത് നെറ്റ് പ്രോഫിറ്റിന്റെ ഈ പറഞ്ഞ പോലെ ടാക്സും ഡിപ്രിസിയേഷൻ അതുപോലെ ഇൻട്രസ്റ്റ് ഒക്കെ കുറയ്ക്കുന്ന മുന്നേ ഉള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, അല്ലെ EBIT എന്ന് പറയാം. അപ്പൊ അതിന്റെ 30%ഉം നമ്മളെ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അതായത് നമ്മളെ EBIT എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റ് നെറ്റ് ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ കുറയ്ക്കുന്ന മുന്നേ ഉള്ള പ്രോഫിറ്റിന്റെ 30%. ഓക്കെ, ഇത് പ്ലസ് ഇത് കൂട്ടാം, 82,400 ആഡ് ചെയ്യാം, 400 ആഡ് ചെയ്യാം. അതായത് ഈ പ്രോഫിറ്റിന്ന് 82,400 ആഡ് ചെയ്യാം. അതിന്റെ 30% കാണാം. അതിന്റെ 30%, അത് 30% കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഈ ഒരു 30% ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു 30% കിട്ടുന്നത് ഈ എമൗണ്ടിന്റെ കൂടുതലാണ്, അല്ലെങ്കിൽ 30% താഴെയാണ് നമുക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒന്നും ചെയ്യണ്ട, നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. അതിനർത്ഥം അത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻ കേസ് ഈ 30% കുറവും ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് കൂടുതലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് കൂടുതൽ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നമുക്കിപ്പോ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ഓക്കെ, 50,000 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. നമ്മൾ 30% കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 80,000 ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് 50ഉം 30% 80ഉം ആണ്. അങ്ങനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 50,000, 50,000 ഉള്ളൂ. അപ്പൊ ഇത് കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ട, എടുക്കേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റ് പേയ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണ്, 1,00,000 രൂപയുണ്ട്. അത് ഈ 30% കൂടുതലാണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അങ്ങനെ വരുമ്പോ എത്രയാണ് കൂടുതൽ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഫിറ്റ് ആയിട്ട് ആഡ് ബാക്ക് ചെയ്യണം. എത്ര? 20,000 രൂപ. 80,000 ആണ് 30%, ഇൻട്രസ്റ്റ് 1,00,000 ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ ഡിഫറൻസ്, അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം പ്രോഫിറ്റ് ആയിട്ട്. ക്ലിയർ ആണോ? ഞാൻ ഓൾറെഡി അതിന്റെ ആൻസർ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, അതായത് ഇപ്പൊ റിലേറ്റഡ് പാർട്ടി ആയിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒരു ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിന് കൂടെ ആഡ് ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് പെനാൽറ്റി, അതായത് നമുക്കിപ്പോ ബിസിനസ്സായിട്ട് ബന്ധപ്പെടാത്ത ഒരു പെനാൽറ്റിയാണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ നമ്മളെ ബിസിനസ്സായിട്ട് ബന്ധപ്പെടാത്ത ഏത് തരത്തിലുള്ള എക്സ്പെൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പം ഇതും ആഡ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻസ് റിലേറ്റഡ് എക്സംപ്റ്റഡ് ഇൻകം, എക്സംപ്റ്റഡ് ഇൻകമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ, അത് നമ്മൾ എന്ത് ചെയ്യണം, എക്സംപ്റ്റഡ് ഇൻകം ആണ്, നമ്മൾ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ തന്നെ നോൺ ടാക്സബിൾ ഇൻകം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ സംഭവിച്ചു, അതും നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആയിട്ട് ആഡ് ചെയ്യണം.
അത് കഴിഞ്ഞ് നമുക്ക് ടാക്സ് റിലീഫ് കിട്ടുന്നുണ്ട്. ടാക്സ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്തുണ്ട്, കുറച്ച് ടാക്സ് ആയിട്ട് നമുക്ക് റിലീഫും കാര്യങ്ങളും കിട്ടും. 18,000 രൂപ. അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോ ഇന്ത്യൻ സബ്സിഡറി പോലെയുള്ള വേറൊരു കൺട്രിയിൽ നിന്നുള്ള ഒരു ഇൻകം നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇൻകം ആണ്. അത് നമ്മൾ എന്താണ് ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ എന്താണ് ഡിവിഡൻഡ്, അതായത് ഫ്രീ സോൺ ഏരിയ, അതായത് എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഇപ്പൊ ഫ്രീ സോൺ ഏരിയയിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മളായിട്ട് ബന്ധമില്ല. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ. ഇനി അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ മുന്നത്തെ വർഷത്തിൽ അവർക്ക് 3,80,000 എന്ന ടാക്സ് ലോസുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൂട്ടിയിട്ടും കുറച്ചിട്ടും കിട്ടുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോസ് ലെസ് ചെയ്യണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളെ 3,75,000 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. എത്ര 3,75,000 ടാക്സ് കൊടുക്കണ്ട, അത് കഴിഞ്ഞിട്ട് എത്രയാണോ അതിന്റെ 9% ടാക്സ് കാണും. ഓക്കെ, എന്നിട്ട് ആ ടാക്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പോലെ ഫോറിൻ ടാക്സ് കുറയ്ക്കേണ്ടത്. 9% കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോറിൻ ടാക്സ് കുറയ്ക്കേണ്ടത്. അങ്ങനെ കുറച്ചിട്ട് കിട്ടതായിരിക്കും നമുക്ക് കൊടുക്കേണ്ട ടാക്സ്. ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിലോട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇത് ചെയ്യുന്നു നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെന്ന് ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഗ്രൂപ്പിലോട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ ആൻസറും ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യനും ഞാൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങളിത് ചെയ്ത് നോക്കുക നെക്സ്റ്റ് ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോ. ഓക്കെ, കോപ്പറേറ്റ് ടാക്സിൽ ഓക്കെ ആണോ? ക്ലാസ് മൊത്തത്തിൽ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ നിങ്ങൾ എങ്ങനെ അറ്റൻഡൻസ് എടുക്കാറ്? ഇതിലിപ്പോ സെക്കൻഡ്, ഈ പറഞ്ഞിരിക്കുന്ന കാർത്തികേയന്റെ ശ്രീപ്രിയ, എന്തായിരുന്നു പേര്? കൃഷ്ണപ്രിയ. മാം ആക്ച്വലി പ്രിയ ശിവകുമാറും ശ്രീകാർത്തികേയനും കൃഷ്ണപ്രിയ തന്നെയാ മാം. എനിക്ക് ആക്ച്വലി മൈക്ക് അതിലില്ല, അതുകൊണ്ടാണ് മാം. ഓ, എങ്ങനെ എനിക്ക് മനസ്സിലായില്ലേ? അല്ല, പ്രിയ ശിവകുമാർ ഇപ്പൊ ഈ പ്രിയ ശിവകുമാറും ശ്രീകാർത്തികേയനും സെയിം കൃഷ്ണപ്രിയ ഞാനാണ് മാം. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ഒരാൾ തന്നെയാണല്ലേ? ഓക്കെ 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 ഓക്കെ. പിന്നുള്ളത് ലില്ലി അമൃതയാണല്ലേ? ബാക്കിയുള്ളതൊക്കെ ഈ പേര് തന്നെയാണല്ലോ അല്ലേ? ജീന, വിനീത, ഭീമ, അലീന, പ്രതാപ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ഓക്കെ, ഓക്കെ, ഗുഡ് നൈറ്റ്. ലീവ് ചെയ്തോളൂ കേട്ടോ.